ഹലോ എവരി വൺ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഫ്രഞ്ച് റെവല്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലോട്ട് പോവാം. ഒന്നാമത്തെ പോയിന്റ്, ഫ്രാൻസ് ഭരിച്ചിട്ടുണ്ടായിരുന്ന രാജവംശം ഏതാണ്? ബൂർബൺ രാജവംശമായിരുന്നു ഫ്രാൻസ് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ രാജവംശത്തിലെ ഭരണാധികാരികളെല്ലാം എങ്ങനെയുള്ളവരായിരുന്നു? സ്വേച്ഛാധിപതികളായിരുന്നു. അപ്പോൾ ഈ രാജവംശത്തിലെ ഭരണാധികാരികളെല്ലാം സ്വേച്ഛാധിപതികളായിരുന്നു. അടുത്ത പോയിന്റ്, രാജാധികാരം ദൈവദത്തമാണ് എന്നാണ് ഇവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ എന്തായിരുന്നു വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്? ഈ രാജാധികാരം എന്ന് പറയുന്നത് ദൈവദത്തമാണ് എന്നാണ് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്രഞ്ച് പാർലമെന്റ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് എസ്റ്റേറ്റ് ജനറൽ എന്നായിരുന്നു. അപ്പോൾ അവിടെയുള്ള പാർലമെന്റ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് എസ്റ്റേറ്റ് ജനറൽ എന്നായിരുന്നു. എന്നാൽ ഈ പാർലമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും കൂടുന്ന ഒരു പാർലമെന്റ് അല്ല. നോക്കി, 1614 പാർലമെന്റ് അവസാനമായിട്ട് യോഗം ചേർന്നത്. അപ്പോഴാണ് അത് അവസാനമായിട്ട് യോഗം ചേർന്നത്. അങ്ങനെ എപ്പോഴും ചേരുന്ന ഒരു പാർലമെന്റ് ആയിരുന്നില്ല ഫ്രഞ്ച് പാർലമെന്റ് എന്ന് പറയുന്നത്. ഇനി രാജാക്കന്മാരിൽ പ്രധാനിയായിരുന്നു, ഫ്രഞ്ച് രാജാക്കന്മാരിൽ പ്രധാനിയായിരുന്നു ലൂയി 14. ഈ 14 ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കോട്ടാണ് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14. ലൂയി 14 കഴിഞ്ഞ് വന്ന അടുത്ത രാജാവാണ് ലൂയി 15. ലൂയി 15 ബന്ധപ്പെട്ട ഒരു പ്രശസ്ത കോട്ട് ഉണ്ട്, നമ്മുടെ ലാസ്റ്റ് കഴിഞ്ഞ കൊല്ലത്ത് SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞ രാജാവായിരുന്നു ലൂയി 15. ഇനി ഈ ഫ്രാൻസിലെ രാജാക്കന്മാരുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അവർ വളരെ ധൂർത്തന്മാരായിരുന്നു. ഒരുപാട് പൈസയൊക്കെ ചെലവാക്കി നടക്കുന്ന ഒരു ആഡംബര ജീവിതമൊക്കെ നയിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു ഫ്രാൻസിലെ രാജാക്കന്മാർ എന്ന് പറയുന്നത്. എന്നാൽ സാധാരണ ജനങ്ങളാകട്ടെ അവർക്ക് വളരെ പാവപ്പെട്ടവരുമായിരുന്നു. ഓക്കെ, അപ്പോൾ നോക്കാം. ലൂയി 15 ധൂർത്തിനായി പണം കണ്ടെത്താൻ ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ അടിച്ചേൽപ്പിച്ചു. അപ്പോൾ ഇവരുടെ ധൂർത്ത് കാരണം ഒരുപാട് പൈസ ചെലവായി. അപ്പോൾ പൈസ കിട്ടാൻ വേണ്ടി അവർ എന്താ ചെയ്യുന്നത്? സാധാരണ ജനങ്ങളുടെ മേൽ അവർ നികുതി ഏർപ്പെടുത്തുകയാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ലൂയി 15 ശേഷം വന്ന അടുത്ത രാജാവായിരുന്നു ലൂയി 16 എന്ന് പറയുന്നത്. ഈ ലൂയി 16 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ഭരണാധികാരി. അപ്പോൾ അത് ഓർത്ത് വെക്കാം. അധികാരത്തിൽ വന്നു. ഇനി ഇദ്ദേഹത്തിന്റെ ഭരണകാര്യങ്ങൾ മതിയായ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു ലൂയി 16 പ്രത്യേകത? അദ്ദേഹത്തിന് ഭരിക്കാൻ പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭരണകാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ മന്ത്രിയായിരുന്നു കേട്ടോ. ഓക്കെ, ഇനി ഈ ലൂയി 16 ഭാര്യയുടെ പേരാണ് മേരി അന്റോണിയറ്റ്. ഇതും നമ്മുടെ കഴിഞ്ഞ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു. ഇവരുടെ ഒരു പ്രധാനപ്പെട്ട കോട്ടായിരുന്നു, റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ നിങ്ങൾക്ക് എന്ന് ചോദിക്കുന്നുണ്ട് സാധാരണക്കാരോട്. എന്താണ് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ? ഇവരും മറ്റ് രാജാക്കന്മാരെ പോലെ തന്നെ വളരെ ധൂർത്തരായിരുന്നു കേട്ടോ ഈ മേരി അന്റോണിയറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ ജനങ്ങൾ മൊത്തം അസംതൃപ്തരായിരുന്നു ഇവരുടെ ഭരണത്തിൽ. അപ്പോൾ ഇവർ ഈ ആൾക്കാരുടെ ഭരണത്തിൽ എന്തായിരുന്നു? ജനങ്ങൾ മൊത്തം അസംതൃപ്തരായിരുന്നു, സ്വാഭാവികം അല്ലേ? ഇനി എന്താണ്? ഫ്രാൻസിലെ സാധാരണക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ചൊല്ലായിരുന്നു. നമുക്ക് നോക്കാം എന്താണ് ചൊല്ലുന്നത്. പ്രഭുക്കൾ യുദ്ധം ചെയ്യുന്നു, പുരോഹിതർ പ്രാർത്ഥിക്കുന്നു, സാധാരണക്കാർ നികുതി കൊടുക്കുന്നു. അപ്പോൾ ഈ 18ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് സമൂഹത്തെ ആക്ച്വലി 3 തട്ടുകളായിട്ട് വിഭജിച്ചിട്ടുണ്ടായിരുന്നു. ഈ തട്ടുകളെ വിളിച്ച പേരാണ് എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ തട്ടുകളിൽ ആദ്യത്തെ തട്ടിൽ നിൽക്കുന്ന ആൾക്കാർ പുരോഹിതന്മാരായിരുന്നു. പിന്നെ രണ്ടാമത്തെ തട്ടിൽ നിൽക്കുന്നവരായിരുന്നു പ്രഭുക്കന്മാർ. മൂന്നാമത്തെ തട്ടിലുള്ളവരായിരുന്നു ആര്? നമ്മളൊക്കെ ഉൾപ്പെടുന്ന സാധാരണക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ പ്രഭുക്കന്മാരുടെ ജോലി എന്ന് പറയുന്നത് അവർ യുദ്ധം ചെയ്ത് നടക്കും. എന്നാൽ പുരോഹിതരോ അവർ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക. സാധാരണക്കാരുടെ പണി എന്തായിരുന്നു? അവർ നികുതി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ കോട്ടിൽ നിന്ന് തന്നെ അവിടുത്തെ ഒരു കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓരോ എസ്റ്റേറ്റിലെയും പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ എസ്റ്റേറ്റുകാർ എന്ന് പറയുന്നത് പുരോഹിതന്മാരായിരുന്നു. പുരോഹിതന്മാർ അവരുടെ പ്രത്യേകത ധാരാളം ഭൂപ്രദേശം കൈവശം വെച്ചിരുന്ന ആൾക്കാരായിരുന്നു പുരോഹിതന്മാർ എന്ന് പറയുന്നത്. ഇനി കർഷകരിൽ നിന്നും തൈദ് എന്ന നികുതി പിരിച്ചവരായിരുന്നു ഈ പുരോഹിതന്മാർ. അപ്പോൾ കർഷകരിൽ നിന്നും തൈദ് എന്ന് പറയുന്ന നികുതി പിരിച്ചിരുന്നവരായിരുന്നു പുരോഹിതന്മാർ. എല്ലാതരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരായിരുന്നു പുരോഹിതന്മാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ എസ്റ്റേറ്റുകാർ പ്രഭുക്കന്മാരായിരുന്നു. അവരുടെ പ്രത്യേകത അവരും ആഡംബര ജീവിതം നയിച്ചവരായിരുന്നു. കർഷകരിൽ നിന്നും പലതരം നികുതികൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ആൾക്കാരായിരുന്നു പ്രഭുക്കന്മാരും. ഇനി വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചിരുന്നവരായിരുന്നു പ്രഭുക്കന്മാരും. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റേറ്റിൽ ഞാൻ പറഞ്ഞ സാധാരണക്കാരാണ് ഉൾപ്പെടുന്നത്. കച്ചവടക്കാര്, ബാങ്കർമാര്, അഭിഭാഷകർ, എഴുത്തുകാർ, കൈത്തൊഴിലാളികൾ ഇവരൊക്കെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ മൂന്നാമത്തെ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. തൈലേ എന്ന ഭൂനികുതി സർക്കാരിന് ഇവർ നൽകണമായിരുന്നു. അപ്പോൾ തിഥ എന്ന് പറയുന്ന നികുതി കണ്ടു. അതേപോലെ തന്നെ മറ്റൊരു നികുതിയാണ് തൈലേ എന്ന് പറയുന്നത്. ഈ തൈലേ എന്ന് പറയുന്ന നികുതി ആർക്ക് കൊടുക്കണമായിരുന്നു? സർക്കാരിന് കൊടുക്കേണ്ട നികുതിയായിരുന്നു തൈലേ എന്ന് പറയുന്ന നികുതി കേട്ടോ. ഇനി മധ്യവർഗത്തിന്റെ ഉദയം. എന്താണ് ഈ മധ്യവർഗ്ഗക്കാർ? ആരാണ് ഈ മധ്യവർഗ്ഗക്കാർ? മധ്യവർഗ്ഗക്കാർ എന്ന് പറയുന്നത് ആക്ച്വലി ഈ സാധാരണക്കാരിൽ നിന്നും കുറച്ചും കൂടെ പഠിപ്പും വിദ്യാഭ്യാസമുള്ള ആൾക്കാരായിരുന്നു മധ്യവർഗ്ഗക്കാർ. ഡോക്ടർമാര്, നിയമജ്ഞര്, ബാങ്കർമാര് ഇവരൊക്കെ ഉൾപ്പെടുന്നത് മധ്യവർഗ്ഗത്തിലായിരുന്നു. അവരും ഇത്രയും എഡ്യൂക്കേഷൻ ഉണ്ട് എന്നേ ഉള്ളൂ. പക്ഷെ എന്താണ് അവരെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സാധാരണക്കാരെ പോലെ തന്നെയാണ് കേട്ടോ. ഇവരും സാധാരണക്കാരെ പോലെ തന്നെ പ്രഭുക്കർക്കും ഭരണകൂടത്തിനും നികുതി നൽകണമായിരുന്നു. ഇനി നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു പുതിയ നികുതിയാണ്. ഈ നികുതി നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഗാബേൽ എന്നാണ്. അതൊരു നികുതി തന്നെയാണ്. ഉപ്പിന് മേൽ ചുമത്തുന്ന നികുതിയാണ് ഗാബേൽ എന്ന് പറയുന്നത്. 13ാം നൂറ്റാണ്ട് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും മേൽ ചുമത്തപ്പെട്ടിരുന്ന ഒരു നികുതിയായിരുന്നു ഇത്. 15ാം നൂറ്റാണ്ട് മുതൽ ഇത് ഉപ്പിന് മാത്രമായി മാറി. തികച്ചും ജനവിരുദ്ധമായ നികുതിയായിരുന്നു ഗാബേൽ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എല്ലാത്തിനും മേൽ ചുമത്തിയിരുന്ന നികുതിയായിരുന്നു. പക്ഷേ 15ാം നൂറ്റാണ്ട് മുതൽ എന്താണ് ഉപ്പിന് മേൽ മാത്രം ചുമത്തിയിരുന്ന നികുതിയാണ് ഗാബേൽ എന്ന് പറയുന്നത്. ഇത് പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ചില ഫാക്ട്സുകളാണ്. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. പ്രഭുക്കന്മാർ സാധാരണക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്ന വിവിധ രീതികളാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് വേഗം നോക്കാം. ഒന്നാമത്തെ കാര്യം, കോർവി
അല്ലെങ്കിൽ കോവി. എന്താണ് കോവി? കോവി എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ 3-4 ദിവസം സാധാരണക്കാരെ കൊണ്ട് പ്രതിഫലം നൽകാതെ ജോലി ചെയ്യിപ്പിക്കുന്നതിനുള്ള അവകാശമായിരുന്നു കോവി എന്ന് പറയുന്നത്. എന്താണ്? പണിയെടുപ്പിക്കുകയും ചെയ്യും, എന്ന പൈസ കൊടുക്കില്ല. അതായിരുന്നു കോവി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ബെനാലിറ്റി. ബെനാലിറ്റി വീഞ്ഞ് നിർമ്മാണത്തിലെ കുത്തക വഴി ലഭിക്കുന്ന അധിക നികുതിയും മുന്തിരിച്ചാർ, റൊട്ടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിനായി ജന്മിമാരുടെ ഉടമസ്ഥയിലുള്ള സൗകര്യങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കേണ്ടി വരുന്നതിന്റെ വാടകയും ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഈ ബെനാലിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തതാണ് ബൻവിൻ. ബൻവിൻ ബൻവിൻ എന്ന് പറയുന്നത് തങ്ങളുടെ പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വീഞ്ഞിന് മേലുള്ള കുത്തക നികുതി. ഇപ്പോൾ വീഞ്ഞ് നിർമ്മാണത്തിനുള്ള നികുതിയായിരുന്നു ബൻവിൻ എന്ന് പറയുന്നത്. അതാണ് പിയേഷ്. പിയേഷ് പിയേഷ് പാലങ്ങൾ, റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കമായിരുന്നു പിയേഷ്. അപ്പോൾ പിയേഷ് പാലങ്ങൾ എന്ന് ഓർത്തിരിക്കാം. അപ്പോൾ പാലങ്ങൾ, റോഡുകൾ എന്നിവയുടെ മേലുള്ള ചുങ്കമായിരുന്നു പിയേഷ് എന്ന് പറയുന്നത്. അടുത്തതാണ് ടെറാഷ്. ടെറാഷ് വിളവെടുപ്പ് കാലത്ത് കർഷകരിൽ നിന്നും പിരിച്ചിരുന്ന ഒരു പ്രത്യേകതരം നികുതിയായിരുന്നു ടെറാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. കോവി, അതുപോലെ ബെനാലിറ്റി, ബൻവിൻ, പിയേഷ്, ടെറാഷ് കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ചില ഫ്രഞ്ച് ചിന്തകരും അവരുടെ ആശയങ്ങളുമാണ് കേട്ടോ. എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നമുക്ക് വേഗം നോക്കാം. ഒന്നാമത്തെ ആളാണ് മോണ്ടെസ്ക്യൂ. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണം എന്ന് വാദിച്ച വ്യക്തിയാണ് മോണ്ടെസ്ക്യൂ എന്ന് പറയുന്നത്. ഗവൺമെന്റിനെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണം എന്ന് വാദിച്ച വ്യക്തിയായിരുന്നു മോണ്ടെസ്ക്യൂ. നിയമങ്ങളുടെ അന്തസത്ത, വെരി വെരി ഇമ്പോർട്ടന്റ്, നിയമങ്ങളുടെ അന്തസത്ത എന്ന ഗ്രന്ഥം രചിച്ച വ്യക്തിയാണ് മോണ്ടെസ്ക്യൂ. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച തത്വചിന്തകൻ കൂടിയാണ് മോണ്ടെസ്ക്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത വ്യക്തിയാണ് റൂസോ. സോഷ്യൽ കോൺട്രാക്ട് എന്ന ഗ്രന്ഥം രചിച്ച വ്യക്തിയാണ് റൂസോ. അപ്പോൾ റൂസോന്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്ട്. റിപ്പബ്ലിക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് ഈ സോഷ്യൽ കോൺട്രാക്റ്റിലാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഗ്രന്ഥമായിരുന്നു സോഷ്യൽ കോൺട്രാക്ട്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതിയാണ് എമിലി. എമിലി. ഇനി ഭരിക്കുന്നവർക്കും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അഭിപ്രായപ്പെട്ടത് റൂസോ ആണ്. ബ്രിട്ടീഷ് ചിന്തകനായ ജോൺ ലോക്കിന്റെ ആശയം ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ ജോൺ ലോക്കിന്റെ പ്രശസ്തമായ ഒരു പുസ്തകം നമ്മുടെ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ചു വെക്കാം. ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ്. ഈ പുസ്തകം നോക്കി വെക്കാം. ഇനി അടുത്തത് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന തത്വചിന്തകനാണ് വോൾട്ടയർ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോ ആണ്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ആണ് കേട്ടോ. അടുത്തത് ഫിസിയോക്രാറ്റുകൾ എന്നറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധരും ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ചിരുന്നു. കാരണം എന്താണ്? ആകെ മൊത്തം ദൂർത്തടിച്ച് പൈസ ഒന്നും ഇല്ലാത്ത അവസ്ഥ അല്ലെ. അപ്പോൾ ഫിസിയോക്രാറ്റുകൾ എന്നറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധരും ഫ്രഞ്ച് ജനതയെ സ്വാധീനിച്ചിരുന്നു. ഇവരിൽ പ്രമുഖരായിരുന്നു ടർഗോയും അതുപോലെ നെക്കർ തുടങ്ങിയവർ എന്താണ് ഈ ഫിസിയോക്രാറ്റുകളായിരുന്നു. അതായത് സാമ്പത്തിക വിദഗ്ധരായിരുന്നു അവർ. ലൂയി 16 ഉപദേഷ്ടാവായിരുന്നു ടർഗോ എന്ന് പറയുന്നത്. ലൂയി 16 ഉപദേഷ്ടാവായിരുന്നു ടർഗോ. ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി അനേകം പദ്ധതികൾ ആവിഷ്കരിച്ച വ്യക്തി കൂടിയായിരുന്നു ആര്? ടർഗോ എന്ന് പറയുന്നത്. ഈ ടർഗോ കൊണ്ടുവന്ന കാര്യങ്ങൾ ആർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല? മേരി അന്റോണിയത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ടർഗോ കൊണ്ടുവന്ന പല കാര്യങ്ങളും മധ്യവർഗ്ഗക്കാർക്ക് അനുകൂലിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് മേരി അന്റോണിയത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ടർഗോയെ സ്ഥാനത്ത് നിന്നും പിരിച്ചുവിടുകയാണ് ചെയ്തത്. മേരി അന്റോണിയറ്റ് ടർഗോയും ശത്രുതയിലായതിനെ തുടർന്ന് ലൂയി 16 ടർഗോയെ മന്ത്രി സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിട്ടു. 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസ് നേരിട്ട സാമ്പത്തിക പ്രതിസന്ധി മാറ്റുന്നതിനായി നികുതികൾ ചുമത്താൻ തീരുമാനിച്ചു. ഇപ്പോൾ വേറെ വഴിയൊന്നുമില്ല. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മാറണമെന്നുണ്ടെങ്കിൽ എന്താണ്? സാധാരണക്കാരുടെ മേൽ നികുതി ചുമത്തി തന്നെയാണ് വഴി ഉണ്ടായിരുന്നുള്ളൂ. നെക്കറിന്റെ നിർദ്ദേശപ്രകാരം അപ്പോൾ ടർഗോ മാറി. ഇപ്പോൾ ടർഗോനെ പിരിച്ചു വിട്ടപ്പോൾ പിന്നീട് സ്ഥാനം കൊടുത്ത ആളാണ് നെക്കർ എന്ന് പറയുന്നത്. അങ്ങനെ നെക്കറിന്റെ നിർദ്ദേശപ്രകാരം ഈ നികുതികളുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് 175 വർഷങ്ങൾക്ക് ശേഷം 175 വർഷങ്ങൾക്ക് ശേഷം എസ്റ്റേറ്റ് ജനറൽ, അതായത് നമ്മുടെ ഫ്രഞ്ച് പാർലമെന്റ് വിളിച്ചു കൂട്ടുകയാണ് കേട്ടോ. ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി ലൂയി 16 ജനപ്രതിനിധി സഭയെ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടിയ വർഷം എന്നാണ് വിളിച്ചു കൂട്ടുന്നത്? 1789. നമ്മുടെ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്താണ് അവരെ വിളിച്ചു കൂട്ടുന്നത്. ആ ഇയർ ആണെന്നുള്ളത് ഓർത്ത് വെക്കാം കേട്ടോ. ഇനി അടുത്തത് സ്റ്റേറ്റ് ജനറലിലെ അംഗസംഖ്യ. ഒന്നാമത്തെ എസ്റ്റേറ്റുകാർ മൊത്തം 285 പേരായിരുന്നു സ്റ്റേറ്റ് ജനറലിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി രണ്ടാമത്തെ എസ്റ്റേറ്റുകളുടെ എണ്ണം ടോട്ടൽ 308. മൂന്നാമത്തെ എസ്റ്റേറ്റിന്റെ എണ്ണം എന്ന് പറയുന്നത് 621. അപ്പോൾ ഏറ്റവും കൂടുതൽ ആരായിരുന്നു? സാധാരണക്കാർ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ഇനി എന്താണ് നമ്മളോട് ചെയ്യാൻ പോകുന്നത്? ഒരു കാര്യം നമ്മുടെ രാജാവ് പറയും. ഇനി എന്താണ്? അത് എത്ര പേര് അനുകൂലിക്കുന്നു? വോട്ട് ചെയ്യാനോട് ചെയ്യുന്നത്. അപ്പോൾ വോട്ടിനനുസരിച്ചിട്ട് ആ ഒരു കാര്യം നടത്തണോ വേണ്ടിയോ എന്നുള്ളത് ആലോചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഈ ആദ്യത്തെ 2 ടീംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവരുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ അവരെന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്ന രീതിയിൽ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഒരു വോട്ട്, ഇവർക്കൊരു വോട്ട്, ഇവർക്കൊരു വോട്ട്. എന്തായാലും ഇവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് ടോട്ടൽ 2 വോട്ട്. അപ്പോൾ ആരുടെ കാര്യമാണ് അവർ അനുകൂലിക്കുക? ആദ്യത്തെ 2 എസ്റ്റേറ്റുകാരെയാണ് അനുകൂലിക്കുക. അപ്പോൾ ഇത് അറിയാവുന്നതുകൊണ്ട് മൂന്നാമത്തെ എസ്റ്റേറ്റുകാർ പറഞ്ഞു അതിൽ അവർക്ക് താല്പര്യമില്ല, ഓരോ വ്യക്തികൾക്കും ഓരോ വോട്ട് എന്ന രീതിയിൽ ചെയ്താൽ മതി എന്നവർ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേക്കും ആരാണ് ജയിക്കുക? മൂന്നാമത്തെ എസ്റ്റേറ്റുകാരാണ് ജയിക്കുക. പക്ഷേ ഈ ഒരു അഭിപ്രായത്തിനോട് ആദ്യത്തെ 2 എസ്റ്റേറ്റുകാർക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന 3-ാം എസ്റ്റേറ്റുകാർ പ്രഖ്യാപിച്ചു. ഈ 3-ാം എസ്റ്റേറ്റുകാർ എന്താ ചെയ്തത്? അവരാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് അവർ തന്നെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അസംബ്ലി ആണ് എന്ന് പ്രഖ്യാപിച്ച വർഷം ഒന്ന് ഓർത്ത് വെക്കാം. 1789 ജൂൺ 17 അവർ ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലി ആണെന്ന് 3-ാമത്തെ എസ്റ്റേറ്റുകാർ പ്രഖ്യാപിക്കുന്നത് കേട്ടോ. ഈ ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അപ്പോൾ എന്താണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ? 3-ാം എസ്റ്റേറ്റിന്റെ പ്രതിനിധികൾ 3 സഭകളും ഒരുമിച്ച് സമ്മേളിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ആദ്യത്തെ 2 സഭകൾ ഇതിനോട് അനുകൂലിച്ചില്ല. അവർക്ക് 3-ാമത്തെ ആൾക്കാർ പറയുന്ന കാര്യങ്ങളോടൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ രാജാവിന്റെ അധികാരം പരിമിതപ്പെടുത്തിക്കൊണ്ട് ഫ്രാൻസിനായി
ഒരു പുതിയ ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്ത സംഭവമായിരുന്നു എന്ത് ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. അപ്പോൾ രാജാവിന്റെ അധികാരം പരിമിതപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ഭരണഘടന ഫ്രാൻസിൽ തയ്യാറാക്കണം എന്ന് തീരുമാനിച്ചതിന് ശേഷം മാത്രമേ അവർ പിരിഞ്ഞു പോകുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്ത സംഭവമായിരുന്നു ഇത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത്. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുന്നത്. ഈ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കും. അത് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി എന്നാണ് അത് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം 1789 ജൂൺ 20-നാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടക്കുന്നത്. ഇനി മറ്റൊരു സംഭവമാണ് ബാസ്റ്റിൽ ജയിൽ ആക്രമണം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ തകർത്ത ജയിലായിരുന്നു ഇത് ബാസ്റ്റിൽ ജയിൽ എന്ന് പറയുന്നത്. എന്നാണ് ഈ ബാസ്റ്റിൽ ജയിൽ തകർക്കുന്നത്? 1789 ജൂലൈ മാസം 14-ാം തീയതി. ജൂൺ കഴിഞ്ഞ് ജൂലൈ 14-നാണ് ബാസ്റ്റിൽ ജയിൽ തകർക്കുന്നത് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡേറ്റ്, ഒന്ന് ഓർത്ത് വെക്കാം. ഈ ജൂലൈ 14 എന്ന് പറയുന്നത് ഫ്രഞ്ച് ദേശീയ ദിനമായിട്ട് ആചരിക്കുന്ന ഒരു ഡേ കൂടിയാണ് ജൂലൈ 14. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്നത് ബാസ്റ്റിൽ ജയിലിന്റെ തകർച്ചയാണ്. ഇനി മറ്റൊരു സംഭവമാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം. ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയ വർഷം 1789 ഓഗസ്റ്റ് 12. അപ്പോൾ ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റിലോട്ടായി. 1789 ഓഗസ്റ്റ് 12-നാണ് ഫ്രഞ്ച് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നത്. മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ആശയങ്ങൾ എവിടെ നിന്നായിരുന്നു അവർ എടുത്തിട്ടുണ്ടായിരുന്നത്? റൂസോന്റെ ആശയങ്ങളായിരുന്നു അവർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഫ്രാൻസ് റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച വർഷം എന്നായിരുന്നു? 1792 സെപ്റ്റംബർ 21-നാണ് ഫ്രാൻസ് റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നത്. 1792 സെപ്റ്റംബർ 21. ഇനി ഇതും SCERT ബുക്കിലുള്ള ഭാഗമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണ്? അത് നോക്കി വെച്ചിട്ട് പോവാം. കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യണമല്ലോ. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ തുല്യ അവകാശങ്ങളോടെ സ്വതന്ത്രനായി ജീവിക്കുന്നു. ഇതായിരുന്നു ഒന്നാമത്തെ പോയിന്റ്. എല്ലാ രാഷ്ട്രീയ കൂട്ടായ്മകളുടെ ലക്ഷ്യം മനുഷ്യന്റെ സ്വാഭാവികവും അവിഭാജ്യവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. അവ സ്വാതന്ത്ര്യം, സ്വത്ത്, സുരക്ഷിതത്വം, അടിച്ചമർത്തലുകൾ, ചെറുക്കൽ എന്നിവയുള്ള അവകാശമാണ്. എല്ലാ പരമാധികാരവും രാഷ്ട്രത്തിൽ കുടികൊള്ളുന്നു. മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്താനുള്ള അധികാരമാണ് സ്വാതന്ത്ര്യത്തിൽ ഉൾക്കൊള്ളുന്നത്. ഇനി സമൂഹത്തിന് ഹാനികരമാകുന്ന പ്രവർത്തനങ്ങളെ വിലക്കാനുള്ള അവകാശം മാത്രമേ നിയമത്തിനുള്ളൂ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ പ്രധാന ആശയങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഫ്രഞ്ച് ദേശീയ സഭ ഫ്രാൻസിന്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗത്ത് നിരവധി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി. അപ്പോൾ എന്തൊക്കെ പരിഷ്കാരങ്ങളാണ് അവർ കൊണ്ടുവന്നത് എന്ന കാര്യം കൂടെ നോക്കി വെക്കാം. രാജ്യത്താകമാനം ഏകീകൃത ഭരണഘടന നടപ്പിലാക്കി. ഇനി അസൈനാറ്റ് എന്ന പേരിൽ പുതിയ കടലാസ് കറൻസി പുറത്തിറക്കി. അവർ പുറത്തിറക്കിയ പുതിയ കടലാസ് കറൻസിയുടെ പേരാണ് അസൈനാറ്റ് എന്ന് പറയുന്നത്. ഇനി മതമേധാവികളുടെ നിയന്ത്രണത്തിലായിരുന്ന സ്വത്തുക്കൾ കണ്ടുകെട്ടി. പൂർണ്ണമായ മതസഹിഷ്ണുത പ്രഖ്യാപിച്ചു. പുരോഹിതർ ഗവൺമെന്റിന്റെ ശമ്പളം പറ്റുന്നവരായിട്ട് മാറി. ഇതൊക്കെയായിരുന്നു അവർ കൊണ്ടുവന്ന പ്രധാന പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇതും പഠിച്ചു വെക്കാം. ഇനി അടുത്ത ഒരു സംഭവമാണ് ഭീകരവാഴ്ചയും സെപ്റ്റംബർ കൂട്ടക്കൊലയും. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. 1792 ദേശീയ സഭയുടെ സ്ഥാനത്ത് നാഷണൽ കൺവെൻഷൻ എന്ന പുതിയ ഭരണസമിതി നിലവിൽ വന്നു. അപ്പോൾ 1792 ദേശീയ സഭയുടെ സ്ഥാനത്ത് നാഷണൽ കൺവെൻഷൻ എന്ന പുതിയ ഭരണസമിതി നിലവിൽ വരുന്നു. ഇത് ഫ്രാൻസിന്റെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. റിപ്പബ്ലിക്കായ ഫ്രാൻസിന്റെ ഭരണം ആരാണ് ഏറ്റെടുത്തത്? ജാക്കോബിനുകളാണ് പിടിച്ചെടുത്തത്. അപ്പോൾ റിപ്പബ്ലിക്കായ ഫ്രാൻസിന്റെ ഭരണം ജാക്കോബിനുകൾ പിടിച്ചെടുത്തു. മറ്റു രാജ്യങ്ങളുടെ ആക്രമണങ്ങൾ നേരിടാനായി ഫ്രാൻസിലെ പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു. മറ്റു രാജ്യങ്ങളുടെ ആക്രമണങ്ങൾ നേരിടാനായി ഫ്രാൻസിൽ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിക്കുകയാണ്. പാരീസ് നഗരത്തിന്റെ ഭരണം ഡാൻഡൻ, ഹെബർട്ട്, മറാട്ട്, റോബിസ്പിയർ എന്നിവരുടെ കൈകളിലായി. അപ്പോൾ ഈ ഒരു സുരക്ഷാ കമ്മിറ്റി വന്നതോടുകൂടെ പാരീസിലെ ഭരണം എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ട് മാറിയിട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. പ്രഭുക്കൾ, പുരോഹിതർ, രാജാവിനെ അനുകൂലിക്കുന്നവർ എന്നിങ്ങനെ ആയിരക്കണക്കിന് ജനങ്ങളെ ദിനംപ്രതി രാജ്യദ്രോഹികൾ എന്ന മുദ്രകുത്തി കാരാഗൃഹത്തിൽ അടച്ചു. ആര്? ഈ സുരക്ഷാ കമ്മിറ്റിയിൽ വന്ന ആൾക്കാരുണ്ടല്ലോ, റോബിസ്പിയർ എന്നൊക്കെ പറയുന്നത്. സുരക്ഷാ കമ്മിറ്റിയിലെ പ്രധാന അംഗമായിരുന്നു റോബിസ്പിയർ എന്ന് പറയുന്നത്. അവരെന്താ ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കിയോ? പ്രഭുക്കൾ, പുരോഹിതർ, രാജാവിനെ അനുകൂലിക്കുന്നവർ എന്നിങ്ങനെ ആയിരക്കണക്കിന് ജനങ്ങളെ അവർ ഡെയിലി എന്ത് ചെയ്തു? ദിനംപ്രതി രാജ്യദ്രോഹികൾ എന്ന മുദ്രകുത്തി കാരാഗൃഹത്തിൽ അടച്ചു. ഈ ജയിലുകൾ നിറഞ്ഞപ്പോൾ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി 1500-ഓളം പേരെ പാരീസിലെ തെരുവുകളിൽ വെച്ച് ഗില്ലറ്റിൻ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ സംഭവമാണ് സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന് അറിയപ്പെടുന്നത്. ഇനി ശത്രുക്കളെ ഗില്ലറ്റിൻ ഉപയോഗിച്ച് നിഷ്കരുണം വധിച്ചിരുന്ന ഭരണം അറിയപ്പെട്ടിരുന്ന പേരാണ് ഭീകരവാഴ്ച എന്നത്. ഈ ഭീകരവാഴ്ച കാരണം ഒരുപാട് പേര് മരിക്കുന്നുണ്ട്. നമ്മുടെ ലൂയി 16 അതേപോലെ മേരി അന്റോണിയറ്റ്, പിന്നെ ഫ്രാൻസിലെ ശാസ്ത്രജ്ഞനായിട്ടുണ്ടായിരുന്ന നമ്മുടെ ലാവൂസിയർ, ഇവരെല്ലാം വധിക്കപ്പെടുന്നത് ഈ ഗില്ലറ്റിൻ ഉപയോഗിച്ചിട്ടാണ്. അറ്റ്ലാസ്റ്റ് നമ്മുടെ റോബിസ്പിയറും വധിക്കപ്പെട്ടത് ഗില്ലറ്റിൻ ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് ഫ്രാൻസിലെ പുതിയ ഭരണഘടന. അങ്ങനെ ഫ്രാൻസിൽ പുതിയ ഭരണഘടന വരികയാണ്. 1795 ഫ്രാൻസിൽ ഒരു പുതിയ ഭരണഘടന നിലവിൽ വന്നു. അപ്പോൾ ഫ്രാൻസ് റിപ്പബ്ലിക് ആയ വർഷം ഓർത്ത് വെക്കാം. 1792 ഫ്രാൻസ് റിപ്പബ്ലിക് ആവുന്നത്. 1795 ഫ്രാൻസിൽ പുതിയ ഭരണഘടന വരികയാണ്. ഫ്രാൻസിലെ ഭരണ സംവിധാനം ഡയറക്ടറി എന്ന് അറിയപ്പെട്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവും നോക്കാം നമുക്ക്. ആധുനിക ഫ്രാൻസിന്റെ ശില്പി എന്നറിയപ്പെട്ട വ്യക്തിയാണ് നെപ്പോളിയൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു, ലിറ്റിൽ കോർപ്പറൽ എന്നിങ്ങനെയെല്ലാം അറിയപ്പെട്ടത് നെപ്പോളിയനാണ്. നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുത്തത് 1799-ലാണ്. ഇനി നെപ്പോളിയൻ ഫ്രാൻസിന്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിക്കുന്നത് 1704-ലാണ്. അപ്പോൾ നെപ്പോളിയൻ ഫ്രാൻസിന്റെ അധികാരം പിടിച്ചെടുക്കുന്ന വർഷം 1799-ലാണ്. എന്നാൽ ചക്രവർത്തി ആകുന്നത് എന്നാണ് 1804-ലാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഇനി
നെപ്പോളിയന്റെ ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു? കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി, പൊതുകടം ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു, ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ കൊണ്ടുവന്നു, പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി, സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. ഇനി നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമ സംഹിത ഉണ്ടാക്കി. ഇതൊക്കെയാണ് നെപ്പോളിയൻ കൊണ്ടുവന്ന ഭരണ പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി 1814 നെപ്പോളിയനെ ആദ്യമായിട്ട് നാട് കടത്തിയ ദ്വീപ് ഓർത്തു വയ്ക്കുക, എൽബ ദ്വീപ്. യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട് നെപ്പോളിയൻ അധികാരം നഷ്ടപ്പെട്ട യുദ്ധമാണ് വാട്ടർലൂ യുദ്ധത്തിൽ യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട് നെപ്പോളിയന്റെ അധികാരം നഷ്ടപ്പെട്ടു പോവാണ്. ഈ 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ വ്യക്തി ഒന്ന് ഓർത്തു വയ്ക്കുക, ആർതർ വെലസ്ലിയാണ്. കാരണം ആർതർ വെലസ്ലി. വാട്ടർലൂ യുദ്ധത്തെ തുടർന്ന് നെപ്പോളിയനെ നാടുകടത്തിയ ദ്വീപാണ് സെന്റ് ഹെലേന ദ്വീപ് എന്ന് പറയുന്നത്, സെന്റ് ഹെലേന ദ്വീപ്. ഇനി നെപ്പോളിയൻ അന്തരിക്കുന്നത് 1821 1821 നെപ്പോളിയൻ അന്തരിക്കുന്നു. വാട്ടർലൂ യുദ്ധം എന്നായിരുന്നു 1815 കേട്ടോ. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം എന്ന് പറഞ്ഞത് ആരാണ്? നെപ്പോളിയൻ. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്